നാരങ്ങയും ഈന്തപ്പഴവും കൂടെയുള്ളൊരു അച്ചാറാണ് ഞാൻ ഇടുന്നത്. ഇതെല്ലാവരും ഇടുന്നതാണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിലൊരു അച്ചാറിട്ടതാണ്. പാൻ വെച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചത്. കടുകും ഉലുവായും ഇട്ട് മൂത്ത് ഇഞ്ചി കൊത്തി അരിഞ്ഞതിട്ട് വെളുത്തുള്ളി ഇട്ടു. ആ വെളുത്തുള്ളി ഒന്ന് ചുമക്കണം. കറിവേപ്പില നമുക്ക് ആവശ്യത്തിനിടാം. ഇനി ഇടുന്നത് ഈന്തപ്പഴം കഴുകി ചെറുതായിട്ട് നുറുക്കി വച്ചിരിക്കുന്നത്. ഈന്തപ്പഴം വേണം കൂടുതൽ ആകാൻ. നാരങ്ങയ്ക്കായി കൂടുതൽ ഈന്തപ്പഴം ഇടണം. ഈ നാരങ്ങ ഞാൻ വാട്ടി അരിഞ്ഞ് ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. ഇതുപോലെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. നാരങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇനി അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇടണം. ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും വേണം. ഞാനിപ്പം കുറച്ച് ആദ്യം അങ്ങോട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ഇടാം. ആ മുളക് പൊടി ഒരു മൂത്ത് വരണം. പച്ച ചവ മാറണം. ഇപ്പം ആവശ്യത്തിനുള്ള മുളക് പൊടിയായി. ഇനി വേണ്ടുന്നത് കായപ്പൊടി. അത് ഞാൻ കായം വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് കുറച്ച് ചേർക്കാം. ഉലുവായുടെ പൊടി ഇവിടെ ചേർക്കണം. ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ആ മുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ, ഇങ്ങനെ ഇരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഒന്ന് അയഞ്ഞിരിക്കണം. ഞാനതിന് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. തിളച്ച വെള്ളം നീണ്ടിരിക്കണം, ശകലം കൂടെ ഒഴിക്കാം. ഒന്ന് കുഴഞ്ഞിരുന്നാൽ മതിയെങ്കിൽ ഇത്രയും മതി. ഇനി ഉപ്പോ കായോ എന്തായാലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. മുളക് ഇനി ഇടാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാ കുട്ടികളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വിവരം പറഞ്ഞാൽ കൊള്ളാം. നല്ലൊരച്ചാറ്.